നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുന്നുവെന്ന് എറണാകുളത്തെ CPIM-ൽ വിമർശനം. ചെറുപ്പക്കാരെ ആകർഷിക്കാനാകുന്നില്ലെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. ഇതാണ് നിലയെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് വിമർശനം. ലാൽ കൃഷ്ണൻ വാർത്തയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ലാൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ CPM-ന്റെ വിമർശനമായി ഉയർന്നത്? അടപടലമുണ്ടായ പരാജയത്തിൽ അമ്പരന്നാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം നിലവിൽ ചേർന്നത്. എന്തുകൊണ്ടാണ് പരാജയ കാരണം എന്നതിൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ ജില്ലാ ഘടകത്തിനും സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഉയർത്തി കാണിക്കുന്നത്. പ്രത്യേകം ക്രിസ്ത്യൻ മുസ്ലിം പക്ഷത്തു നിന്നുണ്ടായിരുന്നവർ സംഘടനയിൽ നിന്ന് അകന്നിട്ടുണ്ട്, പാർട്ടിയോട് അകൽച്ച കാണിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ താഴെത്തട്ടിൽ സംഘടനാപരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ശബരിമല വിഷയം എറണാകുളം ജില്ലയിൽ പാർട്ടിയെ അടപടലം ബാധിച്ചിട്ടുണ്ട്. അത് പാർട്ടി അണികൾക്കിടയിൽ പോലും വോട്ട് ചെയ്യുന്നതിൽ ഭിന്നിപ്പുണ്ടാക്കി എന്ന തോന്നലാണ് പാർട്ടിക്കുണ്ടായത്. ഇത് കൃത്യമായി പരിശോധിക്കണം എന്ന നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റി ഇന്ന് നൽകിയിരിക്കുന്നത്. ബ്രാഞ്ചുകൾ അടിസ്ഥാനത്തിൽ പോലും ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം. എന്തുകൊണ്ടാണ് ബ്രാഞ്ച് തലത്തിലുണ്ടായിരുന്ന അനുഭാവികളായിട്ടുള്ളവരുടെ പോലും വോട്ട് ശേഖരിക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയത് എന്ന കാര്യത്തിലാണ് കൃത്യമായി പഠനം നടത്തേണ്ടത്. അത്തരം കാര്യങ്ങൾ കണ്ടെത്തി കൃത്യമായി വീഴ്ച പരിശോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നായി തന്നെ ഈ വീഴ്ചകൾ പരിഹരിച്ചു പോകാനുള്ള നടപടികൾ വേണം എന്ന കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ആളുകളും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് സർക്കാർ തലത്തിലുള്ള വീഴ്ച പാർട്ടിയെ ആകെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല പുതിയ ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിച്ചിട്ടില്ല. പല മേഖലകളിലും BJP അടക്കമുള്ള പാർട്ടികളുടെ വളർച്ച ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് താഴെ തട്ടിൽ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ വിശകലനം നടത്തിക്കൊണ്ട് പാർട്ടി കൂടുതലായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തലും പഠനവും നടത്തി ആവശ്യമായ മാറ്റങ്ങൾ നടത്തണം എന്ന നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ജില്ലാ കമ്മിറ്റി ഇന്നത്തേക്ക് പിരിഞ്ഞത്. ശരി, ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുന്നു എന്ന വിലയിരുത്തലാണ് എറണാകുളം CPM ജില്ലാ കമ്മിറ്റിയുടേത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം അകത്തുമുറിയിൽ വന്ദേ ഭാരത് ഓട്ടോയിൽ ഇടിച്ചു. മദ്യപിച്ച ഡ്രൈവർ ഓട്ടോ ട്രാക്കിൽ കയറ്റി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ അപകടം? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോയ വന്ദേ ഭാരത് ട്രെയിനാണ് ഓട്ടോയിൽ ഇടിച്ചത്. തിരുവനന്തപുരം വർക്കല അകത്തുമുറിക്ക് സമീപമാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിട്ടുള്ളത്. ഈ അകത്തുമുറിയിൽ പ്ലാറ്റ്ഫോമിന് സമീപത്തുകൂടി വന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർ ഓട്ടോ പ്ലാറ്റ്ഫോം ഭാഗത്ത് നിന്ന് ട്രാക്കിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. അങ്ങനെ ആ സമയം അതുവഴി കടന്നുപോയ വന്ദേ ഭാരത് ട്രെയിൻ ഈ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഈ ഓട്ടോ ഡ്രൈവർക്ക് സാരമായ പരിക്ക് ഒന്നും തന്നെ ഇല്ല. നിസ്സാരമായ ചില പരിക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസും ഒപ്പം ഈ റെയിൽവേ പോലീസും അടക്കം ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഒന്നും തന്നെ പ്രാഥമികമായി സംശയിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഗുരുതരമായൊരു വീഴ്ച, അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തുമെന്നതാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. പോലീസ് അടക്കം ഈ സംഭവത്തിന് പിന്നാലെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിലാണ് ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ മദ്യലഹരിയിൽ ഈ ട്രാക്കിലേക്ക് ഓട്ടോ ഓടിച്ച് കയറ്റി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ആർക്കും ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം അകത്തുമുറിയിലാണ് അപകടമുണ്ടായത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കൊച്ചി കോർപ്പറേഷൻ മേയറെ തിരഞ്ഞെടുത്തത് എല്ലാ വശങ്ങളും പരിഗണിച്ചാണെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് 24-നോട് പറഞ്ഞു. പാർലമെന്ററി പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് എന്നും മറ്റഭിപ്രായങ്ങൾക്ക് ഇവിടെ ഇടമില്ല എന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. കൊച്ചി നഗരത്തിന്റെ വികസനമാണ് മുന്നിലുള്ള വലിയ ദൌത്യമെന്ന് നിയുക്ത മേയർ VK മിനിമോളും പ്രതികരിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നമ്മളൊപ്പം ചേർന്നുണ്ട്. കൂടിയാലോചനകൾക്ക് ശേഷമുള്ള ഒരു വലിയ തീരുമാനം എന്ന രീതിയിലാണോ മേയർ തിരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ ഈ അധ്യക്ഷൻ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിയത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാരുമായി സംസാരിച്ചു. ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന കൗൺസിലർമാരുമായി കൂടിയാലോചനകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥിമാരെ തീരുമാനിച്ചത്. അതൊരു ടൈം വ്യവസ്ഥയിലേക്കാണല്ലോ തീരുമാനമെടുത്തത്? ഈ പരിചയസമ്പന്നരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. നമ്മളെല്ലാവരെയും അവസരങ്ങൾ കൊടുത്ത് പരിഗണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 2.5 വർഷക്കാലം എന്നുള്ള ഒരു ടൈം നമ്മൾ വച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ ഭരണത്തിന് ഏറ്റവും നല്ല
ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവർക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസ് നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ അവഗണിച്ചു എന്നുള്ള രീതിയിൽ അവരുടെ പേരും പരിഗണിക്കപ്പെട്ടിരുന്നതല്ലേ, അല്ലെങ്കിൽ അവരുടെ പേരും ഈ പാർലമെന്ററി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തതാണോ? അല്ല, തീർച്ചയായിട്ടും അത്തരത്തിൽ പരിഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും അവരും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മറ്റ് നിരവധി മേഖലകളിലൊക്കെ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതകളുള്ള ആളുകളാണ്. തീർച്ചയായും അവരെ പരിഗണിക്കപ്പെടുകയും ചെയ്യും. അത്തരം പരാതികൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു? പരാതികളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ഇതുവരെ പരാതി കണ്ടിട്ടില്ല. എന്താണ് നോക്കാം. ടൈം വ്യവസ്ഥയിലാണ് നിലവിൽ മേയർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതും 2.5 വർഷം വീതമുള്ള ടൈം വ്യവസ്ഥ എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മേയറായിട്ട് തിരഞ്ഞെടുക്കുന്ന മിനിമോൾ നമ്മളൊപ്പം ചേരുകയാണ്. വലിയൊരു ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെറുതായി കാണാൻ കഴിയില്ല. കൊച്ചിയുടെ മേയർ എന്ന് പറയുമ്പോൾ വലിയൊരു പദവി കൂടിയാണ്. തീർച്ചയായും വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വലിയൊരു അംഗീകാരമായി കണക്കാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും കൂടുകയാണ്. കൊച്ചിയിലെ ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ടീം UDFന്റെ ഒരു കൂട്ടായ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ UDFന്റെ കൗൺസിലേഴ്സ് ഒറ്റക്കെട്ടായിട്ട് കൊച്ചിയുടെ വികസനത്തിനായിട്ട് പ്രവർത്തിക്കും. കഴിഞ്ഞ 15 വർഷക്കാലം കൊച്ചി എങ്ങനെയായിരുന്നു എന്നും കൊച്ചിയുടെ വികസനം എന്തായിരുന്നു എന്നുള്ളതും നേരിൽ കണ്ടുള്ള ഒരു പരിചയം ഉണ്ട്. ആ പരിചയം ഒരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നല്ല ആശംസകൾ. വെല്ലുവിളികളെല്ലാം നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പറയുന്നു. അതേസമയം മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ എറണാകുളം UDFൽ പടലപ്പിണക്കം. മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കിയ ദീപ്തി മേരി വർഗീസ് നേതൃത്വം മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. കത്ത് നൽകിയിട്ടും ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാത്തതിൽ മുസ്ലിം ലീഗും വിയോജിപ്പുമായി രംഗത്തുവന്നു. ദീപ്തിയെ പിന്തുണച്ച് മാത്യു കുഴൽനാടൻ MLA രംഗത്തു വന്നിട്ടുണ്ട്. പരിഭവമില്ല എന്ന് പറയുമ്പോഴും മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ എതിർപ്പറിയിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ദീപ്തി മേരി വർഗീസ് കത്ത് നൽകി. KPCCയുടെ സർക്കുലർ പോലും അവഗണിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വമെടുത്ത തീരുമാനത്തിൽ മറുപടി പറയണമെന്നാണ് ദീപ്തിയുടെ ആവശ്യം. KPCC ഉന്നത തലത്തിലിരിക്കുന്ന നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആളുകളാണ് ചെയ്യേണ്ടത്. ഇതിന് മറുപടി ഞാനല്ല പറയേണ്ടത്. അതിൻ്റെ അകത്ത് എന്താണ് എന്നോട് പറയാത്തതെന്നും എനിക്കറിയില്ല. അതിനെല്ലാം മറുപടി പറയേണ്ടത് അത് തീരുമാനിച്ച ആളുകളാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് പിന്നാലെ തങ്ങളെ പൂർണ്ണമായി അവഗണിച്ചതിലുള്ള അതൃപ്തിയും ലീഗ് മറച്ചുവച്ചില്ല. ആവശ്യപ്പെട്ട ഡെപ്യൂട്ടി മേയർ സ്ഥാനം പരിഗണിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. മുന്നണി സമവാക്യങ്ങൾ മറന്ന് വേണ്ടി വന്നാൽ സഭയിൽ ഒറ്റയ്ക്കിരിക്കാനാണ് ലീഗിന്റെ തീരുമാനം. ഞങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ 2 ടേമായിട്ട് മേയറും 2 ടേമായിട്ട് ഡെപ്യൂട്ടി മേയറേയും തീരുമാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് അതിനകത്ത് പ്രതിഷേധമാണ്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഒരു ക്ലെയിം ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ട്. അത് ഞങ്ങൾക്ക് ലഭിക്കണം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ലീഗിനുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥാന നേതൃത്വം വഴി UDFൽ ചർച്ചയാക്കാനാണ് നിലവിലെ തീരുമാനം. 24 കൊച്ചി. സംസ്ഥാനത്ത് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആക്ഷേപങ്ങളും പരാതികളും ഇന്നു മുതൽ തന്നെ സമർപ്പിക്കാം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. SIR നടപടികൾ നീട്ടണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിട്ടുണ്ട്. 2025 വോട്ടർ പട്ടികയിലുണ്ടായിരുന്നത് 2,78,00,000 പേർ. SIR എന്യൂമറേഷൻ പൂർത്തിയായപ്പോൾ 24,08,000 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ബാക്കി 2,54,42,352 വോട്ടർമാർ കരട് പട്ടികയിൽ ഇടം നേടി. ഒഴിവാക്കിയതിൽ 6,49,000 പേർ മരിച്ചവരുടെ പട്ടികയിലാണ്. 6,45,000 പേർ കണ്ടെത്താൻ കഴിയാത്തവരുടെ വിഭാഗത്തിലും 8,16,000 പേർ താമസം മാറിയവർ എന്ന വിഭാഗത്തിലും ഉൾപ്പെട്ടു. കൂടാതെ 1,36,000 പേർ ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ്. എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാത്ത 1,60,000 പേരെ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കി. കരട് പട്ടികയിൽ പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. അൺകളക്റ്റബിൾ ആയി വന്നിട്ടുള്ള ലിസ്റ്റിലെ ആരെങ്കിലും ഷിഫ്റ്റഡ് ആയിട്ടുള്ളവരോ ആബ്സെന്റ് ആയിട്ടുള്ളവരോ ആർക്കെങ്കിലും പുതിയതായിട്ട് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6 പൂരിപ്പിച്ച് നൽകണം. അതിനൊപ്പം ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും. ഈ ഡിക്ലറേഷൻ ഫോം അത് കൂടി പൂരിപ്പിച്ച് നൽകണം. ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസിന്റെ പീരിയഡ് 23 ഡിസംബർ മുതൽ 22 ജനുവരി വരെ ഉള്ളതാണ്. തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കരട് വോട്ടർ പട്ടികയുടെ കോപ്പി ജില്ലാ കളക്ടർമാർ മുഖേന വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും കൈമാറി. പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിയോജക മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിലോ
എപ്പിക് നമ്പർ നൽകിയോ പരിശോധിക്കാവുന്നതാണ്. ബൂത്ത് തലത്തിൽ പട്ടികയുടെ PDF ഡൗൺലോഡ് ചെയ്തും പരിശോധിക്കാം. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. 24 തിരുവനന്തപുരം. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക് ഭവൻ പുറത്തിറക്കിയ 2026 കലണ്ടറിൽ സവർക്കറുടെ ചിത്രവും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും കൂട്ടത്തിലാണ് സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്ന് കലണ്ടർ ഏറ്റുവാങ്ങി പ്രസിദ്ധീകരിച്ചത്. വീണ്ടും വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം അകത്തുമുറിയിൽ വന്ദേ ഭാരത് ഓട്ടോയിലിടിച്ച വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മദ്യപിച്ച ഡ്രൈവർ ഓട്ടോ ട്രാക്കിൽ കയറ്റിയെന്നാണ് വിവരം. MG പ്രദേശാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീക്ഷ, സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? അതിൽ അല്പസമയത്തിനകം വന്ദേ ഭാരതിന്റെ യാത്ര പുനരാരംഭിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ട്രാക്കിൽ നിന്ന് ഈ അപകടമുണ്ടായ ഓട്ടോ നീക്കം ചെയ്താൽ ഉടൻ തന്നെ യാത്ര പുനരാരംഭിക്കും. ഈ അകത്തുമുറിയിലാണ് ഈ അല്പസമയം മുമ്പ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ് ഈ ഓട്ടോ വന്ദേ ഭാരത് ട്രെയിനിൽ ഇടിച്ചത്. ഈ സമീപത്ത് ഈ ട്രാക്കിന്റെ ഉൾപ്പെടെ പണി നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ ലോറികൾക്ക് പോകാനായി ഈ പ്ലാറ്റ്ഫോമിന് സമീപത്തൂടെ റോഡ് ഒരുക്കിയിരുന്നു. ആ റോഡിലൂടെ പോയ ഓട്ടോയാണ് ഈ ട്രാക്കിലേക്ക് മറിഞ്ഞത്. ആ സമയമാണ് വന്ദേ ഭാരത് ആ വഴി കടന്നു പോവുകയും ഓട്ടോയിലേക്ക് ഇടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഓട്ടോ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കുകളൊന്നും തന്നെ ഇല്ല. വളരെ അത്ഭുതകരമായാണ് ഈ അപകടത്തിൽ നിന്ന് ഓട്ടോ ഡ്രൈവറും രക്ഷപ്പെട്ടിട്ടുള്ളത്. അപകടമുണ്ടായതിനെ തുടർന്ന് പ്രാഥമിക പരിശോധനയുടെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രെയിൻ ആ സംഭവം നടന്ന സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്കാണ് ഈ ട്രെയിൻ പോയിരുന്നത്. അല്പസമയത്തിനകം തന്നെ യാത്ര പുനരാരംഭിക്കാൻ കഴിയും. വർക്കല പോലീസ് ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. റെയിൽവേയും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. MG പ്രദേശാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരം അകത്തുമുറി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഓട്ടോ വലിയ രീതിയിലുള്ള പരിക്ക് ഓട്ടോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷ, ഈ ചിത്രം കാണുമ്പോൾ ഡ്രൈവർ കാര്യമായ പരിക്കുകളില്ല എന്ന് പറഞ്ഞ ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്തതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി കൃത്യമായി പറയുമ്പോൾ റെയിൽവേ അധികൃതർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിശദീകരണം, എങ്ങനെ അപകടം ഉണ്ടായി എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതിൽ ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. കാരണം ആ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മുന്നിൽ ട്രാക്കിലാണ് ഈ ഓട്ടോ കിടക്കുന്നത്. ഓട്ടോ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രൈവർ അത്ഭുതകരമായി തന്നെ ഈ അപകടത്തിൽ പ്രതീക്ഷ തുടരുക. ഇപ്പോൾ ആ വന്ദേ ഭാരത് ട്രെയിനിലെ യാത്രക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ജ്യോതി പ്രകാശ്. എങ്ങനെയായിരുന്നു അപകടം? ഇപ്പോൾ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്? എന്തെങ്കിലും വിവരം താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? ട്രെയിനിന്റെ ഓഫീഷ്യൽസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഓട്ടോ തട്ടി എന്നല്ലാതെ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് മറ്റു വിവരങ്ങളൊന്നുമില്ല. ഞങ്ങൾ ട്രെയിനിൽ കോച്ചിന്റെ അകത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പം അത്രയും വിവരം ഞങ്ങൾക്കുള്ളൂ. ഇപ്പം ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. ഓട്ടോറിക്ഷ എടുത്ത് മാറ്റിയെന്ന് നേരത്തെ അറിഞ്ഞു, ഒരു 15 മിനിറ്റ് മുമ്പേ. ഇപ്പോൾ ട്രെയിന് യാത്ര തുടങ്ങിയല്ലേ? അപ്പോൾ എത്ര സമയം ട്രെയിൻ ഇതുപോലെ അവിടെ പിടിച്ചു നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? അരമണിക്കൂറിലധികം ഏതാണ്ട് കാണും. ശരി. ഈ ഓട്ടോ ഡ്രൈവറെ അവിടുന്ന് മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പുറത്തിറങ്ങി കാര്യങ്ങൾ കാണാൻ പറ്റിയിരുന്നോ? എന്താണ് അവിടുത്തെ ആ സമയത്ത് സംഭവിച്ചത് എന്ന് മറ്റെന്തെങ്കിലും റെയിൽവേ നൽകുന്നല്ലാത്ത എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ ഉണ്ടോ? ഇല്ല, വന്ദേ ഭാരതിന്റെ ഡോർ ക്ലോസ്ഡ് ആണല്ലോ, അത് അങ്ങനെ ഓപ്പൺ അല്ലല്ലോ. അതുകൊണ്ട് യാത്രക്കാർക്ക് ഇറങ്ങിയിട്ട് എന്താ കാര്യം എന്ന് കാണാനുള്ള സൗകര്യം ഇല്ല. ശരി. എന്തായാലും വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഓട്ടോ അവിടെ നിന്ന് ട്രാക്കിൽ നിന്ന് മാറ്റിയ ശേഷം വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളം ഭാഗത്തേക്ക് യാത്ര തുടർന്നിട്ടുണ്ട്. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, അപകടം എങ്ങനെ ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓട്ടോ അങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഓട്ടോ ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൽ കൃത്യത വ്യക്തമായൊരു കാര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തേണ്ടി വരും. അത് പോലീസിന്റെയും റെയിൽവേ പോലീസിന്റെയും ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പരിശോധന ഉണ്ടാകും. ഈ അപകടമുണ്ടായ സ്ഥലത്ത് അങ്ങനെ വലിയ ആൾതാമസമൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്.
അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ മനഃപൂർവ്വമല്ല, അത്തരത്തിലൊരു അപകടം ഉണ്ടായതാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നു. ഈ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് കൂടി ഈ ഓട്ടോ ഓടിച്ചു പോകുന്ന വഴി നിയന്ത്രണം തെറ്റി ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട ഈ ചെറിയ ഇടറോഡ് തയ്യാറാക്കിയിട്ടുണ്ട്. വലിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ലോറികളൊക്കെ തന്നെ പോകാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു റോഡ് ഈ സമീപത്തായി സമാന്തരമായി നിർമ്മിച്ചിട്ടുള്ളത്. വഴി ഈ ഓട്ടോ പോകുമ്പോഴാണ് നിയന്ത്രണം തെറ്റി തൊട്ട് ചേർന്നുള്ള ട്രാക്കിലേക്ക് മറിഞ്ഞത്. ആ സമയമാണ് വന്ദേ ഭാരത് ആ വഴി കടന്നു പോവുകയും ആ ഓട്ടോയിലേക്ക് ഇടിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തൊന്നും തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ പുറപ്പെട്ടാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് കൊല്ലമാണ്. അപ്പോൾ അത്രയും വേഗതയിൽ പോകുന്ന ട്രെയിനാണ്. പക്ഷേ ഏറ്റവും ഈ അത്ഭുതകരമായി തന്നെ ഈ അപകടത്തിൽ നിന്ന് ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നതാണ് നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ ഡ്രൈവർക്ക് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഡ്രൈവറിൽ നിന്നടക്കം വിശദമായ മൊഴി ഇനി പോലീസും റെയിൽവേ പോലീസും രേഖപ്പെടുത്തും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ കൂടി വിശദമായ അന്വേഷണം ഉണ്ടാകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ആ യാത്രക്കാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പ് ഈ സംഭവ സ്ഥലത്ത് നിന്നും വന്ദേ ഭാരതിന്റെ യാത്ര പുനരാരംഭിച്ചിട്ടുമുണ്ട്. ശരി, തിരുവനന്തപുരം അകത്തുമുറി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. അബദ്ധത്തിലാണ് ഇങ്ങനെ ഓട്ടോ ട്രാക്കിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. എന്തായാലും വന്ദേ ഭാരതിന്റെ യാത്ര ഏതാണ്ട് അരമണിക്കൂറോളം ട്രെയിൻ അവിടെ പിടിച്ചിട്ടിരുന്നു. അതിനുശേഷം യാത്ര തുടർന്നിട്ടുണ്ട്. MG പ്രതീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. ആലപ്പുഴ മാവേലിക്കരയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. കീഹോൾ ശസ്ത്രക്രിയയുടെ ദൃശ്യങ്ങൾ VSM ആശുപത്രിയിൽ നിന്ന് നശിപ്പിക്കപ്പെട്ടു എന്നാണ് പരാതി. ദൃശ്യങ്ങൾ വീണ്ടെടുത്ത് മരണകാരണം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ആരോഗ്യമന്ത്രിയെ സമീപിച്ചു. ഇന്നലെ രാവിലെയാണ് ഉദരസംബന്ധമായ അസുഖത്തിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തിയതിന് പിന്നാലെ തൃക്കുന്നപ്പുഴ സ്വദേശി ധന്യ മരിച്ചത്. കുടലിനോട് ചേർന്നുണ്ടായ രക്തസ്രാവം പരിഹരിക്കുന്നതിന് VSM ആശുപത്രിയിലെ ഡോക്ടേഴ്സ് ഓപ്പൺ സർജറി നടത്തിയിരുന്നു. ബന്ധുക്കളുടെ അനുമതിയില്ലാതെയാണ് സർജറി ചെയ്തതെന്നും പരാതിയുണ്ട്. മരണത്തിലേക്ക് നയിക്കാൻ ഇത് കാരണമായെന്നും കുടുംബം വിശ്വസിക്കുന്നു. താക്കോൽ ദ്വാര സർജറിയുടെ ദൃശ്യങ്ങൾ ആശുപത്രി അധികൃതർ നശിപ്പിച്ചതായും ബന്ധുക്കളുടെ പരാതി. അവർ പറയുന്ന ആ ദൃശ്യങ്ങളില്ല, CD അത് അവർ പകർത്തിയിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ എന്തൊരു സംഭവം നടന്നാൽ കീഹോളായാലും ഓപ്പൺ സർജറി ഇത് CD ഉണ്ട്. CD കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് അവരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. ദൃശ്യങ്ങൾ വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. കയറ്റി കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും വെയിൻ എന്തോ കട്ടായിട്ട് അവർ ഓപ്പൺ സർജറി ചെയ്തു. പറഞ്ഞ് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ട്, നമ്മൾ ബ്ലഡ് കയറ്റും, കൺട്രോളില്ല, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളോട് പറയുന്നത് അവർ കാർഡിയാക് അറസ്റ്റാണെന്നാണ് പറയുന്നത്. അവരുടെ ഭാഗം സേഫ് ആക്കി കഴിഞ്ഞ് മാത്രമാണ് അവർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അവർക്ക് ഒരു ധൃതിയായിരുന്നു അവിടുന്ന് ആ ബോഡി എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്നുള്ള അവരുടെ ധൃതിയായിരുന്നു അവർക്ക്. ധന്യയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. 24 ആലപ്പുഴ. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ ജോലി പോകുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. പോലീസ് നടപ്പാക്കുന്ന പ്രിവെൻഷൻ ഓഫ് ഡ്രഗ്സ് അബ്യൂസ് എന്ന പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ സഹകരിക്കുന്നത് 25ഓളം IT കമ്പനികളാണ്. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പദ്ധതിക്ക് തുടക്കമിട്ടു. IT മേഖലയിൽ ഉൾപ്പെടെ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമായതോടെയാണ് പുതിയ പദ്ധതി. ഈ വർഷം മാത്രം 30,991 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 349 കേസുകൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലും 957 കേസുകൾ ഇന്റർമീഡിയറ്റ് കേസുകളായും രജിസ്റ്റർ ചെയ്തു. യുവാക്കൾ കൂടുതലായി ജോലി ചെയ്യുന്ന IT കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾ ലക്ഷ്യം വെച്ചാണ് പോലീസിന്റെ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ്സ് അബ്യൂസ് പദ്ധതി. പദ്ധതിയിൽ സഹകരിക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുന്നവരിൽ നിന്ന് തുടക്കത്തിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന സമ്മതപത്രം വാങ്ങും. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ ലഹരി പരിശോധന നടത്തും. അത്തരം പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ് പദ്ധതി. It's a forward-looking and a courageous campaign launched today here in our police headquarters in collaboration with the Young India chapter. This initiative is distinctive and impactful
because it is addressing the demand side of the drug menace. മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയില്ലാത്ത ലഹരിമരുന്നുകളാണ് പരിശോധിക്കുന്നത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തിയേറ്ററിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. തൃശൂർ വടക്കാഞ്ചേരി ന്യൂരാഗം തിയേറ്ററിനുള്ളിലാണ് തീപിടുത്തമുണ്ടായത്. അപകടം രാത്രി 9 മണിയോടെയായിരുന്നു. തിയേറ്ററിലെ സ്ക്രീനിന്റെ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. റഫി കരീം വിവരങ്ങളുമായി ചേരുകയാണ്. റഫി, എന്താണ് സംഭവിച്ചത്? രാത്രി 9 മണിയുടെ ഷോ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ ന്യൂരാഗം തിയേറ്ററിന്റെ സ്ക്രീനിന്റെ വലതു ഭാഗത്തായി തീ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ തന്നെ ഈ സിനിമ കാണാനുണ്ടായിരുന്ന ആളുകളെ എല്ലാം ഒഴിപ്പിച്ചതിനാലാണ് വലിയ അപകടം ഒഴിവായിരിക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിലെ ന്യൂരാഗം തിയേറ്ററിനകത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്. ഈ സമയത്ത് ഈ സിനിമ കാണാനെത്തിയ ആളുകൾ തിയേറ്ററിനകത്തുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ സിനിമാ പ്രദർശനം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ സ്ക്രീനിന്റെ ഭാഗത്തായി ഒരു തീ ശ്രദ്ധയിൽപ്പെടുന്നതും പുക ഉയരുന്നത് കാണുന്നതും. ഉടനെ തന്നെ തിയേറ്ററിനകത്തുണ്ടായിരുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ തീ കെടുത്താനുള്ള ഒരു ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ നടത്തിയിരുന്നു. അതേസമയം തന്നെ ഈ സിനിമ കാണാൻ എത്തിയ ആളുകളെ തിയേറ്ററിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. കെട്ടിടം ഒഴിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് തീ കെടുത്താനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ഈ തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയത്. ഉടനെ തന്നെ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് ഈ തീ അടച്ചത്. നിലവിൽ മറ്റ് അപകടങ്ങളൊന്നുമില്ല, ആർക്കും ഒരു പരിക്കും ഏറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകൾ പൂർണ്ണമായും പ്രവേശിച്ചതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ തീ ശ്രദ്ധയിൽപ്പെടുകയും ഉടനെ തന്നെ ആളുകളെ പുറത്തിറക്കാൻ കഴിഞ്ഞതുമാണ് വലിയ അപകടം ഒഴിവാകാനുള്ളൊരു കാരണം. ഒപ്പം തന്നെ ഈ സിനിമ തിയേറ്ററിനകത്തുള്ള ഫയർ സംവിധാനങ്ങൾ തൃശൂർ വടക്കാഞ്ചേരി ന്യൂരാഗം തിയേറ്ററിനുള്ളിലാണ് തീപിടുത്തം ഉണ്ടായത്. റാഫിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ജയിലിലെ തടവുകാർക്ക് സൗകര്യമൊരുക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. ജയിൽ ആസ്ഥാനത്തെ DIG-ആയി തുടർന്നാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന വിജിലൻസ് ശുപാർശ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ ആക്ഷേപമുയർന്നിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും MK വിനോദ് കുമാർ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 2022-ലും 2023-ലും MK വിനോദ് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട റിപ്പോർട്ടുകളും കത്തുകളും ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് നൽകിയെങ്കിലും വിനോദ് കുമാർ തന്നെ ഇടപെട്ട് അട്ടിമറിച്ചിരുന്നു. വിയ്യൂർ ജയിലിൽ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷിയിലെ സാമ്പത്തിക ക്രമക്കേട്, അധികാരപരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്ര എന്നിവയിലായിരുന്നു നടപടിയെടുക്കാതെ സംരക്ഷിച്ചത്. പിന്നാലെയാണ് കൊടും കുറ്റവാളികൾക്ക് അന്യായമായി പരോൾ നൽകാനും സൗകര്യങ്ങൾ ലഭ്യമാക്കാനും കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയത്. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടിയായിരുന്നു വിജിലൻസ് ഡയറക്ടർ ശുപാർശ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് നൽകി 4 ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതിരുന്നത് ചർച്ചയായിരുന്നു. പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിനോദ് കുമാറിന്റെ പൂജപ്പുരയിലെ ക്വാർട്ടേഴ്സിലും ആലപ്പുഴയിലെ വീട്ടിലും വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.